ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ അച്ഛാ പൊന്നി, ഇതുകൊണ്ട് തികയും തോന്നില്ല. കുറച്ചുകൂടെ മാവ് മിക്സ് ചെയ്യണേ. അമ്മേ. എന്താണ് വിഷ്ണു? അമ്മോ, ഇഷ്ടമില്ലാത്ത ജോലിയിലാണല്ലോ. ഉണ്ണിയപ്പ. എടാ, നിനക്ക് ചായ എടുക്കണോ? ഞാൻ ചായ അച്ഛനെ ചായ കൊടുത്തിരുന്നാ? അച്ഛന് ചായയും കൊടുത്ത് വാതിക്കലിരുത്തിയിട്ട് ദേ ഇത് ഉണ്ടാക്കുന്ന നേരമായിട്ടുള്ളൂ. ഇനിയിപ്പോ നിന്റെ അച്ഛൻ വൈകിട്ടത്തെ ചായ കുടിച്ചാ മതി. അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ചായ കൊടുക്കാറുണ്ട്. അച്ഛൻ ചായ പുറത്തിട്ടുണ്ടല്ലോ. അപ്പൊ കുടിച്ചിട്ടുണ്ടാവില്ല. പഴയ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഞാൻ ചായ കൊണ്ട് കൊടുത്തത്. അത് ബഹളം ഒന്ന് നിർത്താൻ വേണ്ടി കൊണ്ട് കൊടുത്തതാ. അല്ല മാം, അവിടെ പാതി കുടിച്ച ചായ മാത്രമേ ഉള്ളല്ലോ. പിന്നെ ഇതെവിടെ പോയി? എന്നോടാണോ ചോദിക്കണേ? ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞിരുന്നില്ല അച്ഛനെ ശ്രദ്ധിക്കണമെന്ന്. അമ്മ, അച്ഛന്റെ രോഗാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കല്ലേ. ഇനിയിപ്പോ ഇത് എവിടെ പോയി പറഞ്ഞ് തിരക്കാനാ? എടാ, പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് പോയി നോക്ക്. അല്ലാതെ ഇപ്പൊ എവിടെ പോവാനാ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ണിയപ്പുണ്ടായിക്കോ. അച്ഛൻ ആരും നോക്കണ്ട. അച്ഛാ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പൊന്നി, ഇതൊന്ന് നോക്കേ. അച്ഛാ അച്ഛാ രാഘവേട്ടാ, രാഘവേട്ടാ, അച്ഛാ, രാഘവേട്ടാ, ഇത് എവിടെ പോയതമ്മേ? രാഘവേട്ടാ, അച്ഛാ. സത്യമേ, അകത്തെവിടെ ഇല്ല. നീ അവിടെ ഒന്നുകൂടെ പോയി നോക്കിയേ. എന്നാൽ ഈ മനുഷ്യൻ എങ്ങോട്ട് പോയി? ചായ മുഴുവൻ കുടിച്ചില്ലല്ലോ. അമ്മ വല്ല വഴക്കും പറഞ്ഞിരുന്നോ? എടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ആ പഴയ വീട്ടിൽ പോണെന്നും പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ നിർബന്ധം പിടിച്ചപ്പോ ഞാൻ പോകരുതെന്ന് പറഞ്ഞു. അതിനെന്നോട് ദേഷ്യപ്പെട്ടിരിക്കായിരുന്നു. എടാ, ഇനിയിപ്പോ നമ്മുടെ പഴയ വീട്ടിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവോ? എനിക്കൊന്നും അറിയില്ല എവിടേക്കാണ് എന്തിനാ പോയിരിക്കുന്നതെന്ന്. അമ്മ, അച്ഛന്റെ ഓർമ്മക്കുറവ് രോഗാവസ്ഥ അറിയുന്ന അമ്മയ്ക്ക് അച്ഛനൊന്ന് ശ്രദ്ധിച്ചെന്താ? എടാ, ഞാൻ ഇവിടുന്ന് ഓട്ടം പോകാതെ അച്ഛനെ നോക്കിയിരുന്ന ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുക? ഇനി ഇത് എവിടെ പോയിട്ടാ നോക്കുക? എനിക്കൊന്നും അറിയില്ല. ഇല്ല സത്യമേ, അകത്തെങ്ങും ഇല്ല. പിന്നെ ഇത് എവിടെ പോയതാ? നീ ആരെ വിളിക്കുന്നത്? ശാലിനി. വിഷ്ണുട്ടാ, അച്ഛനെ കാണാനില്ല ശാലിനി. കാണാനില്ലെന്നോ? ചായയും കുടിച്ച് വാതിക്കലിരുന്നാ എവിടേക്ക് ഇറങ്ങിപ്പോയിന്ന്. പഴയ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞിട്ട് അമ്മയായിട്ട് വഴക്കിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ടോന്നാവോ? വിഷ്ണുട്ടൻ ടെൻഷൻ ആവണ്ട. ചിലപ്പോ അതാവാനേ സാധ്യതയുള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് അച്ഛൻ എങ്ങനെ പോകുന്നൊരു സംശയമുണ്ട്. എന്തായാലും വിഷ്ണുട്ടൻ അങ്ങോട്ട് ചെല്ല്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. ഞാനേ പഴയ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അവിടെ അവനെ സാധ്യത. എന്തൊക്കെ കഷ്ടപ്പാടുകളാ ദൈവമേ. സുഖമില്ലാത്ത ആളാ, ഒരാപത്തും വരുത്തല്ലേ.